ഹലോ മക്കളുമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് അടിപൊളി ഒരു പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 1/2 ലിറ്റർ നമുക്ക് എത്രയും വേണം അതനുസരിച്ച് നമുക്ക് പാൽ എടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാൽ, ഒരു കവർ പാലെന്ന് പറഞ്ഞാൽ 1/2 ലിറ്റർ പാൽ. ഞാൻ അര കുപ്പി പാൽ പശുമ്പാലായിരുന്നു, അതുണ്ടായിരുന്നു. അപ്പം 1/2 ലിറ്റർ പാൽ അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യ്, ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് 2 സ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 3 ടേബിൾ സ്പൂൺ റവ ഇട്ടതിന് ശേഷം അതിലേക്ക് പാൽപ്പൊടി, 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പാൽപ്പൊടി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ആവശ്യമില്ല നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്തില്ലെങ്കിലും അടിപൊളിയായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണോ അത്രയും അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എനിക്ക് മധുരം കുറവ് മതിയായിരുന്നു, അപ്പം ഞാൻ അതനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് മധുരം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ നമ്മൾ ചൂടാക്കിയെടുക്കുക. നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുക. വറ്റിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ പറ്റിച്ചെടുക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ. എന്നിട്ട് നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്യാൻ വയ്ക്കുക. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പിന്നെ വലിയ തീയിൽ വെച്ച് ആദ്യമേ ഉരുക്കുക. പഞ്ചസാരയെല്ലാം അലുത്ത് കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി നല്ലോണം ക്യാരമലാക്കി എടുക്കുക. ഹൈ സ്പീഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കരിഞ്ഞ ഒരു കയ്പ്പ് രസം വരും. എന്നിട്ടെല്ലാം പഞ്ചസാരയെല്ലാം ക്യാരമലായി കഴിയുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ കട്ട പിടിക്കത്തൊന്നുമില്ല. നമ്മൾ കട്ട പിടിക്കുമെന്ന് തോന്നും. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കട്ട പിടിക്കത്തില്ല, നല്ലോണം വരും. എന്നിട്ട് നമ്മൾ ക്യാരമൽ ചെയ്യാനായിട്ട് പാത്രം നമ്മൾ വെച്ചിട്ട് വേണം ക്യാരമൽ ചെയ്യാൻ. എടുക്കുന്ന വഴി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പഞ്ചസാര ക്യാരമൽ ഇത് കട്ട പിടിച്ചു പോകും. അപ്പം നമ്മൾ അതിലേക്ക് നല്ലോണം ചുറ്റിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളെടുത്തേക്ക് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. അപ്പം 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഏലക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്ക പൊടി ഇട്ട് കൊടുക്കുമ്പോൾ മുട്ടയുടെ മണമൊക്കെ മാറും. നമുക്ക് ഏലക്ക പൊടിച്ചത് തൊലി മാറ്റിയിട്ട് അരി മാത്രം പൊടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തണുക്കാൻ മാറ്റി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂട് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത്. ചെറിയ ചൂടാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മുട്ട കട്ട കുത്തും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കൂടുതൽ വലിയ ചൂടായിട്ട് ഒഴിക്കരുത്, പൊടി ചൂടാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. ഇഡ്ഡലി പാത്രം അടുപ്പ് വെച്ചിട്ട് നമ്മൾ ക്യാരമൽ ചെയ്ത പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 20 മിനിറ്റ് അല്ലെങ്കിൽ 25 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് പുഡിങ് നല്ല അടിപൊളിയായിട്ട് ശരിയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഞാനൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ടാറ്റാ.